പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ഷവ്വാലിലെ 6 നോമ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കുറഞ്ഞ സമയം നിങ്ങളുമായി പങ്കിടാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വച്ചിരിക്കുന്നതെന്ന് നോക്കിക്കൊള്ളട്ടെ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. സൂറത്തുൽ ഹശ്റിലെ ഒരു വചനമാണ്. ഈ വചനത്തെ അനുധാവനം ചെയ്തുകൊണ്ടാണ് സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും കഴിഞ്ഞ റമദാനിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആ കാരുണ്യത്തിൻ്റെ മാസത്തിൽ അള്ളാഹുവിനെ നോമ്പ് അനുഷ്ഠിക്കുകയും അവനെ സൂക്ഷിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ളൂ. അള്ളാഹു നമ്മളിൽ നിന്ന് തെറ്റുകൾ പുറത്ത് നമ്മളുടെ അമലുകൾ സ്വീകരിക്കുമാറാവട്ടെ. ആ സൽക്കർമ്മങ്ങളുടെ തുടർച്ചയായി ആ തഖ്വ നിലനിർത്താനായിട്ടുള്ള ഒരു ഉപാധിയാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഷവ്വാലിലെ 6 നോമ്പുകളെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ സ്വാമ റമദാനൻ സുമ്മ അത്ബാഹു സിത്ത മിൻ ഷവ്വാൽ കാന കസിയാമുദ്ദഹർ. ആരൊരാൾ റമദാനിലെ നോമ്പുകൾ അനുഷ്ഠിക്കുകയും അതിനുശേഷം ഷവ്വാലിൽ നിന്ന് 6 ദിവസം നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ അയാൾക്ക് വർഷം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലമാണുള്ളത് എന്നാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതും ഫർദ് നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലമാണ്. ചില ആളുകൾക്ക് സംശയമുള്ളത്, ഈ നോമ്പുകൾ റമദാനിൽ വിട്ടുപോയ നോമ്പിനോട് ഒരുമിച്ച് തന്നെ 2 നോമ്പ് ഒരുമിച്ച് അനുഷ്ഠിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. എന്നാൽ പണ്ഡിതന്മാർ വ്യക്തമായി പഠിപ്പിക്കുന്നു, റമദാനിലെ നോമ്പുകൾ വേറെ തന്നെ അനുഷ്ഠിക്കേണ്ടതാണ്, ഈ ഷവ്വാലിലെ നോമ്പുകൾ വേറെയും അനുഷ്ഠിക്കേണ്ടതാണ്. ഈദുൽ ഫിത്തറിന് ശേഷമുള്ള തുടർച്ചയായുള്ള 6 ദിവസം നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഷവ്വാൽ മാസത്തിൽ നിന്നുള്ള ഏതെങ്കിലും 6 ദിവസം നമുക്ക് നോറ്റുമിട്ടാവുന്നതാണ്. എങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ അനുഷ്ഠിച്ചുകൊണ്ട് പൂർത്തിയാക്കേണ്ടതാണ്. കാരണം മടി നമ്മളെ പുറകോട്ട് വലിക്കാൻ സാധ്യതയുണ്ട്. റമദാനിൽ നാം സ്വീകരിച്ചു വന്ന അമലുകളുടെ തുടർച്ചയായി ആ തഖ്വ നിലനിർത്താനുള്ള ഒരു വേദി കൂടിയാണ് ഷവ്വാലിലെ നോമ്പുകൾ. റമദാനിലെ നോമ്പുകളിൽ നമുക്ക് വന്നിട്ടുള്ള വീഴ്ചകൾ പരിഹരിക്കാനുള്ള ഉപാധി കൂടിയാണ് ഈ നോമ്പുകൾ എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു നമ്മളെ ഏവരെയും അവന് വേണ്ടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വിജയികളാവുകയും ചെയ്യുന്ന ഉത്തമ മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.